ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ഇത് എണ്ണ ഇருக்கு ക്യാബേജ് കറിവേപ്പില വേറെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വല്ല വല്ല പൊടിക്കൈകൾ ഉണ്ടോ? ഇല്ലേ? ആണ് ഓരോന്നിനും ഓരോരോ ഇൻഗ്രീഡിയന്റ്. അല്ല ചൂട് മുരിഞ്ഞ വടയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് സാധനങ്ങളെ ഉണ്ടാക്കാറുള്ളൂ എന്ന്, കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ്. വെറൈറ്റീസ് ഞങ്ങൾ മെയിനായിട്ട് ഈ 4 പഴംപൊരി, ഉഴുന്നുവട, ബോണ്ട, പിന്നെ ബജ്ജി, വാഴയ്ക്ക ബജ്ജി ഉണ്ട്, കത്തിരിക്ക ബജ്ജി ഉണ്ട്. ആസ് എ സ്പെഷ്യൽ കേസായിട്ട് കത്തിരിക്ക ബജ്ജിയും വാഴയ്ക്ക ബജ്ജിയും ഈ 4-5 ഐറ്റംസേ ഉള്ളൂ. പിന്നെ കാലത്ത് ഇഡ്ഡലി, ചൂടായിട്ട് ഇഡ്ഡലി, സാമ്പാറോടെ പിന്നെ എനിക്ക് നല്ല ക്വാണ്ടിറ്റി കുറവാന്ന് തോന്നുന്നു. കാര്യം ആൾക്കാർക്ക് ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി വരുന്ന ക്രൗഡിനനുസരിച്ച് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അതാണ് ഞാൻ നേരത്തെ എന്താ 5-6 മാത്രം ഉണ്ടാക്കാൻ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്. അല്ല, ഉണ്ടാക്കി ഞങ്ങൾ വെക്കുന്നില്ല, ഒരിക്കലും സ്റ്റോക്ക് ചെയ്യുന്നില്ല, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ആ രുചി അങ്ങ് നിൽക്കും, ചൂടോടെ കഴിക്കുന്നതിൻ്റെ ആ സ്വാദ് അങ്ങനെ തന്നെ നിൽക്കും. ഉഴുന്നോട ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആ മുരിഞ്ഞു വരുന്ന തന്നെ കാണാൻ എന്ത് രസമാണ്. ഇപ്പം കഴിക്കുമ്പോൾ എന്തായിരിക്കും അല്ലേ? മറിച്ചിടാണ് അല്ലേ? അത് 2 സൈഡും വേകാൻ വേണ്ടി വേണം, 2 സൈഡും വേണം. അപ്പോൾ ഒന്ന് മറിച്ചിട്ടേക്കാണ്. എല്ലാം ചെറിയ രീതിയിൽ മാത്രമാണ് അല്ലേ? ചിന്ന രീതിയിൽ വിട്ടുവിട്ടു. തണുത്തതൊന്നും വിളമ്പാറില്ല ഇവിടെ, എല്ലാം ചൂടാണ്. ചൂടാണ് അവർക്ക് വേണ്ടത്. കസ്റ്റമേഴ്സിന് ചൂടാണ് പ്രിഫർ. ഹാട്ട് ഐറ്റംസ് വിത്ത് ഹാട്ട് കോഫി, ഇതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. ഡിഷ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? നമ്മൾ ഈ 4-5 ഐറ്റംസേ ഉണ്ടാക്കുന്നുള്ളൂ. ഇന്നിനി ഇത് 2 ഉള്ളൂ? അല്ല, ഇനി പഴംപൊരി ഉണ്ട്. സ്വല്പം കൂടെ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും പഴംപൊരി തുടങ്ങും. അപ്പോഴേ തുടങ്ങത്തുള്ളൂ. അത് നല്ല ടൈം എടുക്കും, കുറച്ചുകൂടി ഇനിയും വൈകും. ആ സമയത്താണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ 3 മണി ആ ഒരു റേഞ്ച് ആകുമ്പോഴത്തേക്കും വടയും ബോണ്ടയും റെഡിയാവും. പഴംപൊരി പിന്നെ ഏകദേശം തീരാറാകുമ്പോഴത്തേക്കും അടുത്ത ഒരു പഴംപൊരി. നല്ലൊരു എല്ലാം കൂടി ഒരുമിച്ചില്ല, എല്ലാ ഐറ്റം 2 ഐറ്റം ആദ്യം, അത് തീർന്നു കഴിയുമ്പോഴാണ് അടുത്തത്. അത് കൊള്ളാം. എന്തായാലും വേറെ ഒന്നുമില്ല, ഉഴുന്ന് മാത്രമല്ല, മൈദ ഒന്നും ചേർക്കുന്നില്ലെന്നാണ് പറയണേ. ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, കുരുമുളക്, വെങ്കായം, ഇതെല്ലാം ക്യാബേജ് എല്ലാം ഇട്ട് நல்லா മിക്സ് பண்ணி എണ്ണയിൽ നല്ല ചൂട് എണ്ണയിലിട്ട് അങ്ങ് പൊരിച്ചെടുക്കും. അപ്പോൾ അതെ കോരി അണ്ണേ, താങ്ക്സ് അണ്ണേ. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ചെറിയൊരു എൻഡിങ്ങിന് എല്ലാം അത് തന്നെ പറഞ്ഞ്, ഇപ്പം ഞാൻ പറയാനുള്ള അദ്ദേഹം പറഞ്ഞ് ഒന്നുമില്ല. ഞാൻ നേരെ അപ്പുറത്തോട്ട് കൊണ്ട് ഉള്ളിൽ കയറുന്ന നല്ല ഒരു ചൂട് ഫിൽറ്റർ കോഫി, ഒരു വട, ഒരു ബോണ്ട, ഇതെല്ലാം കൂടി അങ്ങ് അടിക്കാൻ പോകണം. അപ്പോൾ നല്ല ബെസ്റ്റ് ഫിൽറ്റർ കോഫി ഒന്നും കൂടി കിട്ടി എനിക്ക്. വട ചൂട് മുരിഞ്ഞ ഈ ഒരു കളർ വരുമല്ലോ നമുക്ക് കോഫി. ഇതാണ് തിക്ക് കോഫി. അത് പതയൊക്കെ നിൽക്കണം. ആയി നേരത്തെ പറഞ്ഞല്ല, ചെറിയൊരു കയ്പും പക്ഷെ അതിനൊപ്പം മധുരം വരുന്നുണ്ട്. ആ ഒരു കട്ടിപ്പ് നമുക്ക് അറിയുന്നുണ്ട്. അത് മുരിഞ്ഞ ഉഗ്രം വട. എനിക്ക് നമ്മുടെ ബോണ്ടയും കൂടി വേണം, ആ ഒരു എരിവുള്ള ബോണ്ട. ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ പെപ്പറാണല്ലോ കൂടുതൽ. കുരുമുളകിൻ്റെ ആ ഒരു എരിവാണ്. ആ കുരുമുളകിൻ്റെ എരിവാട്ടോ ഞാൻ പ്രതീക്ഷിച്ചു മറ്റേ മുളക് പൊടി ബാക്കിയിലിട്ടുണ്ടാവുന്നു. നേരത്തെ നമ്മുടെ കുരുമുളകിൻ്റെ ആ ഒരു എരിവാണ് നമുക്ക് കിട്ടുന്നത്. അത്ര വലിയ എരിവല്ല. അതല്ലേ ഞാൻ ഫിൽറ്റർ കോഫി. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം. ഇത് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഫേവറേറ്റ്സ് ആയ ആൾക്കാരുണ്ടാവല്ലോ, ഇവിടെ വന്നാൽ നൈസായിട്ട് നല്ല ഫിൽറ്റർ കോഫി, ചൂട് സ്നാക്സ് എല്ലാം കഴിക്കാം. അപ്പോൾ ചേട്ടാ നമ്മുടെ ഈ കറക്റ്റ് സ്ഥലം ഒന്നും കൂടി പറയാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. പടിഞ്ഞാറേ കോട്ട
പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയുള്ള എയർപോർട്ട് റോഡിലാണ് ഈ സ്ഥലം. എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ്. മുല്ലക്കൽ ലാബിൻ്റെ ജസ്റ്റ് താഴെ. ഇവിടെ ഹിന്ദി പ്രജാസഭയുടെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും നമ്മുടെ കട. കുംഭകോണം ഫിൽറ്റർ കോഫി. താങ്ക് യു സോ മച്ച്. ഓപ്പർച്യൂണിറ്റി താങ്ക് യു സോ മച്ച്. കുംഭകോണം ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്. അപ്പൊ കണ്ടല്ലോ, ഇതൊക്കെയാണ് സംഭവങ്ങൾ. നേരത്തെ വന്നത് സൂപ്പർ ഫിൽറ്റർ കോഫി എടുത്ത് പറയാം. കോഫി അല്ല, ഫിൽറ്റർ കോഫി. കുംഭകോണം ഫിൽറ്റർ കോഫി. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം.